ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് 3 കോർ വയർ, 3 മോഡൽ ഓപ്പൺ ബോക്സ്, സോക്കറ്റ്, സ്വിച്ച്, 3 പിൻ നോബ്. അതിലേക്ക് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ സോക്കറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ പൊട്ടാതെ നോക്കണം. സ്വിച്ച് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഏരോ മാർക്ക് കാണും, അത് അടിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ അതും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്വിച്ച് ഓരോ കമ്പനിയുടെയും വ്യത്യാസം വരും. ചിലതിൽ ടോപ്പ് എന്ന് എഴുതി കാണിക്കും. അത് നമ്മൾ വയർ ഇങ്ങനെ എടുത്തിട്ട് സ്കിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വയറൊന്നും കട്ടാവാതെ, ഉള്ളിലുള്ളത് കട്ടാവാതെ നോക്കണം. അങ്ങനെ 3 വയർ കാണാം. അതിൽ പച്ച, ബ്ലാക്ക്, റെഡ് ഇങ്ങനെ വയർ കാണാം. അതുപോലെ തന്നെ അപ്പുറത്തെ തല ഇതുപോലെ നീളത്തിൽ നമ്മൾ സ്കിൻ ചെയ്യുക, വയറൊന്നും കട്ടാവരുത്. അപ്പോൾ അതൊന്ന് നമുക്കൊരു വയറും കഷ്ണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വേറെ കഷ്ണം ഇല്ലാത്തതുകൊണ്ടാണ് വയറ് നമ്മൾ ഇതൊന്നും തന്നെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഇങ്ങനെ വയറെടുത്തിട്ട് 2 തലയും അങ്ങനെ സ്കിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്ത് ഒന്ന് മടക്കി കൊടുക്കുക 2 തലയും. എന്നിട്ട് നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ സ്ക്രൂ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ടെസ്റ്റർ ആവശ്യമുണ്ട്. അതിങ്ങനെ എല്ലാ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ സ്ക്രൂ കഴിഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓരോ കമ്പനി ഓരോ ടൈപ്പാണ്. നന്നായി ലൂസ് ചെയ്ത് കൊടുക്കുക. അതിൽ സോക്കറ്റിൽ നമുക്ക് ഇങ്ങനെ ഓരോ സിമ്പിൾസ് കാണാം. അതിൽ L എന്നുള്ള സിമ്പിൾ നമ്മൾ കണ്ടില്ലേ, അതിലേക്ക് ഇങ്ങനെ ഈ വയർ എടുത്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്വിച്ചിൻ്റെ വേണമെങ്കിൽ നമുക്ക് മേലെ താഴെ എവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മേലെയാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തിട്ട് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി ടൈറ്റ് ചെയ്യണം. നമുക്കിങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കളർ കോഡ് വയർ, അതിൽ പച്ച വയർ നമ്മളെടുത്തിട്ട് അതിൽ ആ സോക്കറ്റിൻ്റെ മേലെ ഭാഗത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ കാണാം. അത് നമ്മൾ എർത്തിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ച വയറാണ് നമ്മൾ എർത്തായിട്ട് കൊടുക്കാറുള്ളത് എപ്പോഴും കളർ കോഡ്. പിന്നെ നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് വയറിങ്ങനെ കണക്ട് ചെയ്യുക. അത് നന്നായിട്ട് സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൽ തന്നെ ബ്ലാക്ക് വയറുണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് വയർ ഇതേപോലെ നന്നായി പിരിച്ചിട്ട് മടക്കി കൊടുത്ത് നമ്മൾ അതിൽ N എന്നുള്ളൊരു സിമ്പിൾ വേണം. അത് ന്യൂട്രനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിളാണ്. ആ സിമ്പിളിന് നമ്മളെപ്പോഴും ബ്ലാക്ക് വയറാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. അതിലേക്ക് എന്നിട്ട് സ്ക്രൂ ഒക്കെ ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കൊണ്ട് കഴിഞ്ഞു. അപ്പം ഇനി വയറൊക്കെ ഒന്ന് ഇങ്ങനെ ചെതറി നിൽക്കുക, കമ്പി ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായി കൊടുക്കുക. എന്നിട്ട് അതിൽ റെഡ് വയർ ഫേസിനെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ടെസ്റ്ററൊക്കെ വെച്ച് കഴിഞ്ഞാൽ കത്തണ വയറാണ്. അത് നമ്മൾ ആ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ വയർ സൈഡിലോ 2 സൈഡിലോ ഏതിലും തുളച്ചിട്ട് വേണമെങ്കിൽ ഇടാം. നമ്മൾ അതിൽ ഓൾറെഡി ബാക്കിൽ തുളയുള്ളതുകൊണ്ട് ബാക്കിൽ കൂടെ ഇട്ടു. ഇതിപ്പോൾ നീളമുള്ള എക്സ്റ്റൻഷൻ ബോർഡാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വയർ നമ്മൾ ആദ്യം തന്നെ തുളച്ചിട്ട് ഇങ്ങനെ മുന്നിട്ടിട്ട് വേണം സ്വിച്ച് സോക്കറ്റ് തമ്മിൽ കണക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ക്ലോസ് ചെയ്യാം. അതിൻ്റെ സ്ക്രൂ നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ച് 2 സൈഡും നന്നായി ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റല്ലേ സ്ക്രൂ ടൈറ്റ് ആവണമെന്ന് നോക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിൻ്റെ മറ്റേ തലയിലേക്ക് 3 പിൻ ടോപ്പ് ഘടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ സ്ക്രൂ നമുക്ക് 3 പിൻ ടോപ്പിൻ്റെ മേലെ ഭാഗത്തുള്ള 2 സ്ക്രൂ ലൂസാക്കുക. അപ്പോൾ അതിങ്ങനെ അഴിഞ്ഞ് കിട്ടും.
എന്നിട്ട് വയർ കണക്ട് ചെയ്യുന്നതിൻ്റെ അടിഭാഗത്ത് സ്ക്രൂ ഇതേപോലെ ലൂസ് ചെയ്യുക രണ്ട് തന്നെ. ഇത് വയറ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പനി തന്നിട്ടുള്ളൊരു സാധനമാണ്, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ സ്കിൻ ചെയ്ത വയറുകൾ നന്നായി പിരിച്ചെടുത്തിട്ട് തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 3 പിൻ ടോപ്പിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു റിങ് ഇടാണ്ട്, അത് വയറ് ഷേക്ക് ആവാതിരിക്കാനും പെട്ടെന്ന് പറഞ്ഞു പോകാതിരിക്കാനും കൊടുത്തിട്ടുള്ള ഇതാണ്. എന്നിട്ട് അതിൽ 3 സിമ്പിൾസ് ഇങ്ങനെ കാണാം, ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം. അതിൽ പച്ച വയർ എടുത്തിട്ട് മേലെ ഭാഗത്ത് എർത്തിൻ്റെ സിമ്പലാണത്, അവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് റെഡും ബ്ലാക്കും മാറ്റി കൊടുക്കുക. അതിൽ ന്യൂട്രൽ സിമ്പൽ കാണുന്നിടത്ത് നമ്മൾ N എന്നുള്ള സിമ്പൽ കാണുന്നിടത്ത് ബ്ലാക്ക് വയർ കണക്ട് ചെയ്യുക. നമ്മൾ കറക്റ്റ് അല്ലേ നോക്കും വേണം. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് എപ്പോഴും ഉണ്ടാവുക. ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് അതിലെ ഫേസാണ്. അത് ഇതേപോലെ കണക്ട് ചെയ്യുക. അതിൽ എല്ലാ 3 പിൻ ടോപ്പിനും നമ്മളിങ്ങനെ സിമ്പിൾസൊക്കെ കാണും. എന്നിട്ട് നന്നായി കണക്ട് ചെയ്തിട്ട് ഇനി നമ്മൾ നേരത്തെ ഊരി വെച്ചിട്ടുള്ള വയറ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് അതിലേക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വയർ എവിടെയും ജാമാവാത്ത രീതിയിൽ നന്നായി സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ടൈറ്റ് ചെയ്യണ സമയത്ത് അത് വളരെ ഉറപ്പില്ലാത്തൊരു സാധനമായതുകൊണ്ട് നമ്മളത് പൊട്ടിപ്പോകാതിരിക്കാൻ നോക്കണം. സ്ക്രൂ ഒക്കെ പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ഊരി വെച്ചിട്ടുള്ള 2 സ്ക്രൂ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 3 പിൻ ടോപ്പ് കണക്ട് ചെയ്യണ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്സ്റ്റൻഷൻ ബോർഡ് നമ്മൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ടച്ചർ കത്തുന്നത് റൈറ്റ് സൈഡിലാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മൊബൈൽ ചാർജും കൂടി ചെക്ക് ചെയ്യാം. അതിന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമ്മൾ ചാർജറിൻ്റെ പിന്നെ ഫോണിലേക്ക് കണക്ട് ചെയ്യുക. ഒരു സ്വിച്ച് ഓൺ ആക്കുക. കാണാം നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ചാർജ് കയറുന്നുണ്ട് മൊബൈൽ.